സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. വയനാട്ടിലെ മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണ കർഷകന്റെ പ്രശ്നങ്ങൾ ഇത്രത്തോളം മനസ്സിലാക്കിയ ഒരു വൈദികൻ നമുക്കിടയിൽ വേറെയില്ല. മണ്ണിൽ വിയർപ്പൊഴുക്കി പൊന്നു വിളയിക്കുന്ന പാവം കർഷകന് എന്നും കണ്ണീരു മാത്രം. എന്നാൽ മാമ്പള്ളിലച്ചന്റെ നേതൃത്വത്തിൽ കർഷകനെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടായി. 50കളിലും 60കളിലും കൊടിയേറിയ ഒരു കർഷക സമൂഹമാണ് വയനാട് ജില്ലയിലുള്ളത്. അതിനു മുമ്പ് ആദ്യകാലത്ത് ഇവിടെ താമസിച്ചിരുന്ന കർഷക സമൂഹം ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് പട്ടിണി അകറ്റാൻ വേണ്ടിയിട്ട് കൊടിയേറിയ കർഷക സമൂഹം തന്നാട് കൃഷികളിലേക്കാണ് ആദ്യം തിരിഞ്ഞത്. അങ്ങനെ നെല്ലും കപ്പയും ചേനയും ചേമ്പും ഒക്കെ ഉണ്ടാക്കി കൃഷി ചെയ്ത് പോന്നിരുന്നു. അതിനുശേഷമാണ് നാണ്യവിളകളിലേക്ക് കർഷകർ തിരിഞ്ഞത്. അങ്ങനെ 90കളിലൊക്കെ നല്ല രീതിയിൽ കുരുമുളക് വയനാട് ജില്ലയിൽ പല ഭാഗങ്ങളുണ്ടായും, പ്രത്യേകിച്ച് പുൽപ്പള്ളി മേഖലകളുണ്ടാകുകയും ചെയ്തു. പക്ഷേ ബാങ്കുകളിൽ നിന്നൊക്കെ ലോണെടുത്ത് കൃഷി ചെയ്ത കർഷകർക്ക് അതിന് ന്യായമായ വില കിട്ടാതെ വളരെ പ്രതിസന്ധിയിലേക്ക് വന്നു. ജപ്തികളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം അത് ശ്രദ്ധിക്കാതെ ഒരവസ്ഥ വന്നപ്പോഴാണ് കുരുമുളക് സമിതികൾ മുഖേന കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് കർഷക സംരക്ഷണ ഏകോപന സമിതി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് പുൽപ്പള്ളി മേഖലയിൽ ഉടലെടുത്തു. ആ YMC മുഖേന തുടങ്ങിയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി വന്നത് ബഹുമാനപ്പെട്ട ജോർജ് മാമ്പള്ളിയച്ചനായിരുന്നു. പ്രത്യേകിച്ച് ഈ കുരുമുളകിൻ്റെ പ്രശ്നം, അതിൻ്റെ കേടുകളും അതോടൊപ്പം തന്നെ അതിന് വില കിട്ടാതെ വന്ന അവസരത്തിൽ ആൾക്കാരെ സംഘടിപ്പിച്ച് ശക്തമായ സമരങ്ങൾ വയനാട് ജില്ലയിൽ നടത്തി. ആ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയെ പോയി കാണുകയും മാമ്പള്ളിയച്ചൻ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം തന്നെ പോയി കാണുകയും അന്ന് നടന്ന ചർച്ചയുടെ പശ്ചാത്തലത്തിൽ കുരുമുളക് സംഭരിക്കുവാനുള്ള തീരുമാനം ഒരു വില നിശ്ചയിച്ച് 3300 രൂപ വില നിശ്ചയിച്ച് സംഭരിക്കാനുള്ള തീരുമാനം വരികയും അതേപോലെ തന്നെ ഈ കൃഷി നശിക്കുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുകൾ മൊത്തം കൊടുക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം വരികയും ചെയ്തു. അങ്ങനെ വിലയില്ലാതിരുന്ന കുരുമുളകിന്
ഗവൺമെൻറ് ഒരു വ്യക്തമായ വില നിശ്ചയിച്ച് സംഭരിക്കാൻ തീരുമാനിച്ചപ്പോൾ 3300 രൂപ വില നിശ്ചയിച്ച് സംഭരിക്കാൻ തീരുമാനിച്ചപ്പോൾ അടുത്ത വർഷം തന്നെ അത് 66 രൂപ വിലയിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ടല്ല, അതിനെ വ്യക്തമായ രീതിയിൽ അതിനുള്ള വില മേടിച്ചു കൊടുക്കാൻ ഗവൺമെൻറ് ശ്രമിക്കാതിരുന്നത് കൊണ്ടാണ് അതുവരെ വിലയില്ലാതിരുന്നത്. എന്തായാലും അത്രയും പെട്ടെന്ന് വില കയറിയപ്പോൾ കൃഷിക്കാർക്ക് ഒരു സമാധാനമായി. അങ്ങനെ കുരുമുളക് കൃഷി വയനാട് ജില്ലയിൽ വിജയിപ്പിക്കുവാനും അതിന് വില കിട്ടുവാനും വേണ്ടി നിരന്തര സമരങ്ങൾ നടത്തുവാൻ ബഹുമാനപ്പെട്ട മാമ്പിള്ളി അച്ഛൻ അതിന് നേതൃത്വം കൊടുത്തിരുന്നു. വയനാട് ജില്ലയിലെ കർഷകരെ ഒരു പരിധിവരെ അന്ന് പിടിച്ചു നിർത്തിയത് അന്നത്തെ കർഷക സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. കേരസമിതിയുടെ ചെയർമാനിരുന്ന കാലഘട്ടത്തിൽ നാളികേരത്തിന് തീരെ വിലയില്ലായിരുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. നാളികേരത്തിന് വില വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ദീപിക ദിനപത്രം മുന്നോട്ട് വരികയും ദീപികയോട് ചേർന്ന് നിന്നുകൊണ്ട് വയനാട് മുഴുവൻ പര്യടനം നടത്തി എല്ലാ സ്ഥലത്തും പ്രസംഗിച്ച് കേര കർഷകരെ ഉണർത്തുവാൻ കഴിഞ്ഞത് ഒരു സന്തോഷമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കടന്നു വരികയാണ്. വയനാട് ജില്ലയിലെ 1992, 93, 94 കാലഘട്ടങ്ങളിൽ കൊടും വരൾച്ച ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ കുരുമുളക് ദുരിതവാട്ടവും കൃഷിനാശവും ഉണ്ടായപ്പോൾ കുരുമുളക്, റബ്ബർ, കാപ്പി, അതുപോലെ തന്നെ മുഴുവൻ നാണ്യവിളകളും നശിച്ച് മുള്ളംകൊല്ലി പഞ്ചായത്ത്, പുൽപ്പള്ളി പഞ്ചായത്തുകളുടെയൊക്കെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച കാലഘട്ടങ്ങളിലാണ് അതിനെതിരെ കുരുമുളക് സമിതികളുടെ പ്രവർത്തനം ഊർജ്ജിതമാക്കുകയും ആ ഊർജ്ജസ്വലമായ കുരുമുളക് സമിതിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും കേന്ദ്രത്തിൽ സമരം വരെയും നയിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങി ഈ വയനാട്ടിലെ, പ്രത്യേകിച്ച് വയനാട്ടിലെയും മുള്ളംകൊല്ലി പഞ്ചായത്തിലെയും കൃഷിക്കാരെ ഒന്നടക്കം ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് അവരുടെ പ്രശ്നപരിഹാരത്തിനുമായി അഹോരാത്രം പ്രയത്നിച്ച മഹാവ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമ കൂടിയാണ് ബഹുമാനപ്പെട്ട മാമ്പിള്ളി അച്ഛൻ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു മേഖല മാത്രമല്ല പ്രവർത്തന മണ്ഡലമായിരുന്നത്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം കുരുമുളക് സമിതികൾ വയനാട് ജില്ലയിൽ വ്യാപകമായി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി സബ്സിഡികൾ ധാരാളമായി സർക്കാരിൽ നിന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ പ്രവർത്തനവും മറ്റുമായിട്ട് ദുർബല ജനവിഭാഗങ്ങളുടെ മുന്നോക്കത്തിന് വേണ്ടിയിട്ടുള്ള വളരെയേറെ പ്രയത്നങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിക്കുന്നതിലും റോഡ് നിർമ്മിക്കുന്നതിലും അച്ഛൻ എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഗ്രാമങ്ങളാണ് എന്നും നമ്മുടെ ശക്തി. വൈദ്യുതി ഉപയോഗിക്കുന്ന ഓരോ പുൽപ്പള്ളിക്കാരനും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാമ്പിള്ളി അച്ഛൻ. 80കളിൽ പുൽപ്പള്ളിയിൽ വൈദ്യുതി എത്തിയെങ്കിലും അന്നത്തെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും വൈദ്യുതി കണക്ഷൻ കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. സ്വന്തം പറമ്പിൽ നിൽക്കുന്ന തേക്കിൻ്റെ മരം മുറിച്ച് പോസ്റ്റുകളായി കൊടുക്കാൻ അവർ കണക്ഷൻ തരുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഈ സംവിധാനം അവിടുത്തെ ജനങ്ങൾ മുഴുവനും പരമാവധി ഉപയോഗിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് കണക്ഷനുകൾ അവിടെ കൊടുത്തു. അത്രയും കണക്ഷൻ കൊടുത്തെങ്കിലും അവർക്ക് ആവശ്യമായ കറണ്ട് എത്തിക്കുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സംവിധാനവുമില്ലായിരുന്നു. ഏതാണ്ട് 30-35 കിലോമീറ്റർ ചുറ്റി കൊടും വനത്തിലൂടെ വരുന്ന ഒരു ലൈനിലൂടെ വരുന്ന കറണ്ടാണ് ഇവർക്കെല്ലാം സപ്ലൈ ചെയ്തിരുന്നത്. 90കളായപ്പോഴേക്കും ഒട്ടും വോൾട്ടേജ് ഇല്ലാത്ത ഒരു സ്ഥിതി വന്നു. ഞങ്ങൾ മുഴുവനും 110 വോൾട്ടിൻ്റെ ബൾബ് ഇട്ടിട്ട് പോലും കത്താത്ത ഒരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ സഹകരിച്ച് ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട് തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് പുൽപ്പള്ളി മുള്ളംകൊല്ലി മേഖല വൈദ്യുതി ഉപഭോക്തൃ സമിതി രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിൻ്റെ ഫലമായി പല സ്ഥലങ്ങളിലും ഞങ്ങൾ നിവേദനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തെങ്കിലും കാര്യമായ പ്രതികരണം അവിടെ നിന്നുണ്ടായില്ല. അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാമ്പിള്ളി അച്ഛൻ പാടിച്ചിറ വികാരിയായി വരികയും അദ്ദേഹം ഈ സമിതിയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹം ചെയർമാനും ഞാൻ ജനറൽ സെക്രട്ടറിയുമായി ശ്രീ ടി.കെ. പൊന്നൻ വൈസ് ചെയർമാനും വി.പി. ടോമി വൈസ് ചെയർമാൻ അങ്ങനെയുള്ള കുറേ ആൾക്കാർ ചേർന്നുകൊണ്ട് സജീവമായ രംഗത്ത് വരികയും 16 ട്രാൻസ്ഫോർമറുകൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. ആ ഓരോ ട്രാൻസ്ഫോർമറും ബേസ് ചെയ്തുകൊണ്ട് ഓരോ യൂണിറ്റുകളെ ഞങ്ങൾ സ്ഥാപിച്ച് അവിടെയുള്ള എല്ലാ ഉപഭോക്താക്കളെയും അതുപോലെ തന്നെ കൃഷിക്കാരെയും എല്ലാം സംഘടിപ്പിച്ച് ഞങ്ങളവിടെ ഒരു വലിയ സമരത്തിന് സന്നാഹം കൂട്ടി. അതിൻ്റെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട മാമ്പിള്ളി അച്ഛൻ്റെ
നേതൃത്വത്തിലും അതുപോലെ തന്നെ ശ്രമഫലമായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവുകളും സ്വാധീനവും ഉപയോഗിച്ചിട്ട് 3000-ലധികം ആൾക്കാരെ കൂട്ടി 30-40 കിലോമീറ്റർ അകലെയുള്ള ബത്തേരി സബ്സ്റ്റേഷനിൽ വലിയ ഒരു പ്രകടനം നടത്തി ആ ഓഫീസ് ഞങ്ങൾ ഒരു ദിവസം സ്തംഭിപ്പിച്ചു. ഇത് ഒരു വലിയ വാർത്തയായി, ഇതൊരു വലിയ സംഭവമായി. ഇതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരു കളക്ഷൻ ഓഫീസ് കിട്ടി, പിന്നെ ഒരു സെക്ഷൻ ഓഫീസ് വന്നു, തുടർന്ന് ഒരു സബ്സ്റ്റേഷൻ വന്നു. ഇപ്പോൾ ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ വൈദ്യുതി വിതരണം ഭംഗിയായി നടക്കുകയാണ്. 1992 ശേഷം പാടിച്ചിറ വികാരിയായിരിക്കുമ്പോൾ പുൽപ്പള്ളി മേഖലയിലെ വൈദ്യുതി ഉപഭോക്തൃ സമിതിയുടെ ചെയർമാനായിട്ട് പഞ്ചായത്ത് കമ്മിറ്റിയും നാട്ടുകാരും ചേർന്ന് എന്നെ തിരഞ്ഞെടുത്തു. മുന്നോട്ട് ഒരുപാട് സമരങ്ങൾ നയിച്ചതിൻ്റെ ഫലമായിട്ട് സബ്സ്റ്റേഷൻ കൊണ്ടുവരുവാനും എല്ലാ പ്രദേശങ്ങളിലും ട്രാൻസ്ഫോർമറുകൾ കൊണ്ടുവന്ന് എല്ലാവർക്കും വൈദ്യുതി കിട്ടത്തക്കമുള്ള സംവിധാനം ചെയ്യുവാൻ അന്ന് കഴിഞ്ഞു. ജനങ്ങളോട് കൂടി സമരം ചെയ്തും മറ്റുമാണ് പുൽപ്പള്ളി മേഖലയിൽ വൈദ്യുതി എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും സന്തോഷമാണ്. കൂടാതെ മാമ്പിളി അച്ഛനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൊണ്ട് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ പഞ്ചായത്തിൽ, പ്രത്യേകിച്ച് മുളങ്ങുല്ലി പഞ്ചായത്തിലെ റോഡുകളുടെ കാര്യത്തിൽ അന്ന് വളരെ ദയനീയാവസ്ഥയായിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ അവിടെയുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിരവധിയായ സമരങ്ങളും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും നടത്തിയതിൻ്റെ ഫലമായിട്ട് ധാരാളം റോഡുകൾ വന്നു. മിക്കവാറും റോഡുകൾ ടാർ ചെയ്യുന്നു. ഒരിക്കൽ ഞങ്ങളുടെ കളക്ടർ തമാശ രൂപേണ പറയുകയുണ്ടായി, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള പഞ്ചായത്ത് നിങ്ങളുടെ മുള്ളംകൊല്ലി പഞ്ചായത്താണെന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുകയുണ്ടായി. ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേടിത്തന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം വഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാമ്പിളി അച്ഛനാണ്. അച്ഛൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വളരെ സ്നേഹത്തോടുകൂടി നന്ദിയോടുകൂടി അത് അച്ഛനെ ഓർമ്മിക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. ഇഞ്ചിക്ക് വിലയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലും കൂടുതൽ തൂക്കം ഇഞ്ചി കച്ചവടക്കാർ ശേഖരിച്ച് സാധാരണക്കാർക്ക്, കൃഷിക്കാർക്ക് വില ലഭ്യമാക്കാത്ത സാഹചര്യങ്ങളുണ്ടായപ്പോൾ അവരുടെ ഇടയിലും സമരം ചെയ്ത് അതിനുവേണ്ടി ഒരു നിജമായ നിയമങ്ങളോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ ഭരമേൽപ്പിച്ച കാര്യങ്ങൾ അർപ്പണ മനോഭാവത്തിൽ ചെയ്യുന്നതിൽ ഈ വൈദികൻ സമാനതകളെ എന്നും ലംഘിച്ചിരുന്നു. ഈ വാക്കുകൾ സത്യങ്ങളാണ്. ബഹുമാനപ്പെട്ട മാമ്പള്ളി അച്ഛൻ മാനന്തവാടി രൂപതയുടെയോ ഇവിടുത്തെ കത്തോലിക്കരുടെയോ മാത്രം സ്വത്തല്ല. ഈ പിന്നോക്ക ജില്ല മുന്നോട്ട് വരുന്നതിന് ഏറ്റവും കൂടുതൽ ഈ ജില്ലകളുടെ ശില്പി എന്ന് പറയാവുന്ന 10 ആളുകളിൽ ഒരാളാണ്. ഈ നാട്ടിൽ ധാരാളം റോഡുകൾ വെട്ടിച്ചുകൊണ്ട്, ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട്, ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ട്, ആശുപത്രികൾ സ്ഥാപിച്ചുകൊണ്ട്, വൈദ്യുതി വരുത്തിക്കൊണ്ട് നാടിൻ്റെ നാനാമുഖമായ വികസനത്തിന് ഒരുപാട് അധ്വാനം ചെയ്ത ഒരു വലിയ മനുഷ്യനാണ്. താൻ ദൈവത്തിൻ്റെ വേലക്കാരനാണ്. ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ വിശ്രമമോ വിശപ്പോ ദാഹമോ ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് തൻ്റെ എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടുത്തെ ഉണ്ണാനില്ലാത്ത ഉടുക്കാനില്ലാത്ത ആളുകളുടെ വിമോചകനായിരുന്നു മാമ്പള്ളി അച്ഛൻ. ബഹുമാനപ്പെട്ട ജോർജ് മാമ്പള്ളി അച്ഛൻ 1967-68 വർഷങ്ങളിലും 1970 മുതൽ 74 വർഷങ്ങളിലുമാണ് വെളുമണ്ടം ഇടവകയിൽ സേവനം ചെയ്തിട്ടുള്ളത്. കാരക്കമലയിൽ അച്ഛൻ അസിസ്റ്റൻ്റ് വികാരിയായിരുന്ന കാലഘട്ടത്തിൽ വെളുമണ്ടം ഇടവകയിൽ ആക്ടിംഗ് വികാരിയായിട്ടും തുടർന്ന് അതേ ഇടവകയിൽ തന്നെ വികാരിയായിട്ടും സേവനമനുഷ്ഠിച്ചു. അതിൽ വെളുമണ്ടം ഇടവക അതീവ സന്തുഷ്ടിയാണ്. അച്ഛൻ്റെ സേവനങ്ങളെപ്പറ്റി കൂടുതൽ നമുക്ക് അറിയാം. അത് പങ്കുവയ്ക്കാനായി ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺസൺ തോട്ടത്തിൽ, വിൽസൺ കദളിക്കാട്ടിൽ, തങ്കച്ചൻ കദളിക്കാട്ടിൽ, തങ്കച്ചൻ മേപ്പാടത്ത് എന്നിവരാണ്. ആദ്യമായി നമുക്ക് ബഹുമാനപ്പെട്ട മാമ്പള്ളി അച്ഛനെ പറ്റി കേൾക്കാം. അതിനായി നമ്മുടെ വിൽസൺ കദളിക്കാട്ടിനെ പ്രത്യേകം ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട മാമ്പള്ളി അച്ഛൻ വെളുമ്പണ്ടം ഇടവകയിലേക്ക് കടന്നു വന്നപ്പോൾ 70-74 കാലഘട്ടത്തിലാണ് വെളുമ്പണ്ടം ഇടവകയിലേക്ക് കടന്നു വന്നത്. ബഹുമാനപ്പെട്ട വികാരിച്ചൻ കടന്നു വന്നപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതായത് അന്ന് ഒരു വൈദികന് താമസിക്കാനുള്ള യാതൊരുവിധ ഒരു കെട്ടിടമോ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് കടന്നു വരിക. അച്ഛൻ്റെ
ഇടവക സമൂഹത്തെ മുഴുവനായി നിലനിർത്തിക്കൊണ്ട് കൂട്ടായ്മ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അച്ഛൻ ഒരു വൈദിക മന്ദിരം ആദ്യമേ സ്ഥാപിക്കുക ചെയ്തത്. ആ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള വിഷമതകൾ അനുഭവിച്ചുകൊണ്ടാണ് അച്ഛൻ ഈ ജനത്തെ മുഴുവൻ കൂട്ടിച്ചേർത്തത്. മദ്യപാനത്തിൻ്റെ ഓരോ ഭവനങ്ങളിലും മദ്യം ക്രൈസ്തവരിലും അല്ലാത്തവരിലും നാടൻ ചാരായം വാറ്റിക്കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടിൽ ഉള്ള അവസ്ഥയിലും ഈ സമൂഹത്തിൽ നിന്ന് ഈ ദുഷിച്ച ഈ ശക്തിയെ മാറ്റി ഒരു സമൂഹമായി നിലനിർത്താൻ ഈ ബഹുമാനപ്പെട്ട മമ്പള്ളി അച്ഛൻ ശ്രമിച്ചു. താങ്ക് യു മിസ്റ്റർ വിൽസൺ. അടുത്തതായി നമുക്ക് നമ്മുടെ പ്രിയ സുഹൃത്തായി വെളുമോട് ഇടവകയിൽ നിന്ന് കടന്നു വന്ന ജോൺസൺ തോട്ടത്തിലേക്ക്. മമ്പള്ളിയച്ഛൻ്റെ കാലഘട്ടത്തിൽ വിളമ്പുകണ്ടം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ പ്രതിസന്ധികളുള്ള കാലഘട്ടമായിരുന്നു. എന്താ വെച്ചാൽ കാടും മറ്റ് വനപ്രദേശങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കുകയും അച്ഛൻ വരികയും അച്ഛൻ്റെ പ്രവർത്തന ഫലമായി എല്ലാ കുടുംബങ്ങളിലും വരികയും അവരെല്ലാം ആത്മീയതയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ അച്ഛൻ്റെ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു ജോൺസൺ. അടുത്തതായി നമുക്ക് തങ്കച്ചൻ മേപ്പാടത്തിനെ കേൾക്കാം. മമ്പള്ളി ജോർജസിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് 1000 വെളുമണ്ട ഇടവക്കാർക്ക് 1000 നാവുകളാണുള്ളത്. കാരണം ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല മമ്പള്ളി അച്ഛൻ. അച്ഛൻ അവിടെ ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങൾക്കും എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ചെറുപ്പത്തിലാണ് അച്ഛൻ അവിടെ ഇടവികാരിയായിട്ട് വരിക. അച്ഛൻ ചെയ്തു തന്ന ഓരോ നന്മ പ്രവർത്തികളുടെ ഫലമായിട്ടാണ് ഞാൻ ഇന്നൊരു വിൻസെൻ്റ് പോൾ പ്രവർത്തകനായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ഊർജവും കഴിവും എനിക്ക് നൽകിയത് മമ്പള്ളി അച്ഛനാണ്. താങ്ക് യു തങ്കച്ചൻ മേപ്പാടത്ത്. അടുത്തതായി നമുക്ക് തങ്കച്ചൻ കതിൽക്കാട്ടിന് കേൾക്കാം. എന്താണ് മമ്പള്ളിയച്ഛനെ പറ്റി പറയാനുള്ളത് എന്ന്. മമ്പള്ളിയച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്പള്ളിയച്ഛൻ്റെ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ചെറിയ കൊച്ചായിരുന്നു. ഞങ്ങൾക്ക് ചെറിയ ഓർമ്മകളേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളും അതേപോലെയുള്ള ആ കാലഘട്ടത്തിലുള്ള എല്ലാ കാരണവന്മാരുടെയും അറിവ് ഞങ്ങളോട് പകർന്നു തന്ന രീതി അനുസരിച്ച് അച്ഛൻ്റെ കാലഘട്ടത്തിൽ പട്ടിണിയും പഞ്ഞവും കൂടുതൽ നിലനിന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഇടവക്കാരുടെയും ആ പ്രദേശത്തുള്ള സർവ്വജനങ്ങളുടെയും പട്ടിണി അകറ്റുന്നതിനും അവിടുത്തെ പുരോഗതിക്കും വേണ്ടി അച്ഛൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗോതമ്പും എണ്ണയും കൊണ്ടുവരികയും അത് പാവങ്ങൾക്ക് വേണ്ടി വീതം വെച്ച് കൊടുത്ത് അതുകൊണ്ട് പണിയെടുപ്പിച്ച് പള്ളീൻ്റെയും ആ പ്രദേശത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ ഒരു പുഴയും കടന്നിട്ട് അക്കരെ കടന്ന് കുറുമണി ഇടവയിൽ നിന്ന് തോണി കടന്ന് മഴക്കാലത്തും അല്ലാത്ത കാലഘട്ടത്തിൽ ചേറും ഇതൊന്നും ഒരു വണ്ടി സൗകര്യം ഇല്ലാണ്ട് നടന്നിട്ട് വേണം 1 മണിക്കൂർ 1.5 മണിക്കൂർ നടന്നിട്ട് വേണം നമ്മുടെ ഇടവയിൽ വന്നിട്ട് ഒരു കുർബാന ചെല്ലാൻ. ആ കുർബാന ചെല്ലാൻ വേണ്ടിയിട്ടും പൊതുപ്രവർത്തനത്തിനും വേണ്ടി ദിവസങ്ങളോളം വളരെയേറെ കഷ്ടപ്പെട്ട് അത് ഒരിക്കലും വെളുമ്പണ്ടം പ്രദേശത്തുള്ള കഴിഞ്ഞ തലമുറയ്ക്കും ഇനിയുള്ള തലമുറയ്ക്കും ഇപ്പോൾ ഉള്ള തലമുറയ്ക്കും മറന്നു പോകാൻ പറ്റാത്ത അത്രയും പ്രവർത്തനങ്ങൾ മമ്പള്ളി അച്ഛൻ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. താങ്ക് യു തങ്കച്ചൻ കതിൽക്കാട്ടിൽ. വെളുമോൺ ഇടവകയ്ക്ക് മമ്പള്ളിയച്ഛനെ പറ്റി പറയാൻ 1000 നാവുകളാണ് നിങ്ങൾ കേട്ടതുപോലെ. എത്ര പറഞ്ഞാലും തീരുകയില്ല. മമ്പള്ളിയച്ഛന് വേണ്ടി എപ്പോഴും തുറന്നിട്ട ഒരു വാതിലാണ് വെളുമോൺ ഇടവകയ്ക്കുള്ളത്. അച്ഛൻ്റെ ഭാവി ജീവിതത്തിലും ദൈവം ധാരാളമായ അനുഗ്രഹം നൽകട്ടെ, വിജയം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട മമ്പള്ളിയച്ഛനെ എല്ലാവിധ ആശംസകളും ഇടവകയുടെ എല്ലാ ജനങ്ങളുടെയും പേരിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും എല്ലാ ഇടവക്കാരുടെയും പേരിൽ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. അച്ഛൻ 50 വർഷം മുമ്പ് അഭിവക്ത് തലശ്ശേരി രൂപതയുടെ അന്നത്തെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന കുറുമണിയിൽ സേവനത്തിന് വരുമ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള റോഡുകളോ യാത്രാ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പ്രദേശത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അമേരിക്കയുടെ സഹായത്തോടെ കിട്ടിയിരുന്ന മെയ്സ് പൊടിയും നുറുക്കുഗോതമ്പ് ഉപയോഗിച്ച് കൂലി കൊടുത്തുകൊണ്ട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ നടത്തിയ റോഡ് വെട്ടലുകൾ, വികസന പ്രവർത്തനങ്ങൾ ഇന്ന് ആ നാടിനെ, ഈ ജില്ലയിൽ തന്നെ ഒരു മുന്നോക്ക പ്രദേശമാക്കുന്നതിന് സഹായിച്ചു. 1970 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മമ്പള്ളി അച്ഛൻ തലശ്ശേരി രൂപതയിലെ മാലോത്ത് നിന്നും കുറുമണി എന്ന ഈ വയനാട് ജില്ലയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഗ്രാമത്തിലേക്ക് അച്ഛൻ വികാരിയായിട്ട് വരികയായിരുന്നു. അച്ഛൻ വരുമ്പോൾ 5 കിലോമീറ്റർ ഇപ്പുറത്ത് 5-ാം മൈലിൽ വാഹനം ഇറങ്ങിയിട്ട്
അവിടെ നിന്ന് പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് ചുമന്നുകൊണ്ടാണ് കുറുമണിയിലേക്ക് വന്നത്. കുറുമണിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു പള്ളി പോലും അവിടെ ഇല്ലായിരുന്നു. ഒരു ഓല ഷെഡ് മാത്രം, അതിൻ്റെ മുകളിൽ ഒരു കുരിശ് പോലും ഇല്ലായിരുന്നു. അച്ഛന്മാർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നടത്തുവാനോ അവിടെ ഒന്ന് കിടക്കാൻ പോലുമുള്ളൊരു സൗകര്യം പോലും അവിടെ ഇല്ലായിരുന്നു. അച്ഛൻ അന്നൊരു പ്രതിജ്ഞ ചെയ്തു, എൻ്റെ പിന്നാലെ വരുന്ന ഒരു വൈദികനും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകരുത് എന്ന്. അതുകൊണ്ട് തന്നെ അച്ഛൻ 1973 ആയപ്പോഴത്തേക്കും മാനന്തവാടി രൂപതയിലെ ഏറ്റവും മനോഹരമായി കെട്ടിപ്പണിത് മുഖവാരത്തോടു കൂടിയുള്ള ഒരു പള്ളി പണിയുകയും 1973 തൂങ്കുഴി പിതാവ് മാനന്തവാടി രൂപതയുടെ മെത്രാനായി അഭിഷേകം ചെയ്ത ആ മാസം മാനന്തവാടി രൂപതയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പള്ളി തൂങ്കുഴി പിതാവിനെ കൊണ്ട് വെഞ്ചരിപ്പിക്കുവാനും കഴിഞ്ഞു. ആ പള്ളിയോട് ചേർന്ന് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു ദേവാലയവും ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇന്ന് ആക്കി കഴിഞ്ഞു. ഞങ്ങളുടെ കുറുമണി ഇടവകയിൽ ബഹുമാനപ്പെട്ട മമ്പള്ളിയച്ചൻ വന്നതിന് ശേഷം അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലത്ത് ഞങ്ങളൊക്കെ ചെറുപ്പക്കാരായ കുട്ടികളായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഞങ്ങളെ പള്ളിയുടെ പെരുന്നാളാഘോഷത്തിന് വേണ്ടിയിട്ട് നാടകം പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുകയും പല നല്ല നാടകങ്ങൾ സംവിധാനം ചെയ്ത് ഞങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം വന്ന് ഇതൊക്കെ കണ്ടതിന് ശേഷം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങളെ എല്ലാവരെയും അടുത്തുള്ള ഇടവകളിലൊക്കെ ഈ നാടകങ്ങൾ നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുകയും ഞങ്ങൾ പോയി നാടകങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അതുകൂടാതെ ഞങ്ങളുടെ അവിടെ സ്പോർട്സ് പരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് വോളിബോൾ ടീം തുടങ്ങുകയും അത് ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ഭാവിയിൽ നല്ലൊരു ടീമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുകയും ടൂർണമെൻറ്റുകൾ നടത്തുകയും പല സ്ഥലത്തും ചെന്ന് വിജയിച്ച് സമ്മാനങ്ങൾ നേടുകയും ഒക്കെ ചെയ്യാനുള്ള അവസരം ബഹുമാനപ്പെട്ട മമ്പള്ളിയച്ചൻ ഞങ്ങൾക്ക് പ്രചോദനമായി തന്നു. കുറുമണി ഇടവകയിലെ മമ്പള്ളിയച്ചൻ്റെ സമഗ്ര സംഭാവനകളെക്കുറിച്ചാണ് ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത്. ഇനിയും വീണ്ടും അച്ഛന് ഒരു ആരോഗ്യ സൗഖ്യത്തോടു കൂടി ദൈവത്തമ്പുരാൻ ആരോഗ്യമുള്ളിടത്തോളം കാലം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുവാനുള്ള അനുഗ്രഹം ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് കുറുമണി ഇടവകയിലെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കല്ലോടി വാളേരി പ്രദേശക്കാർക്ക് മാമ്പള്ളിലച്ചൻ എന്നും ഒരാവേശമായിരുന്നു. പ്രായത്തെ മറന്ന് നാടിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഈ വൈദികൻ എങ്ങനെയാണ് ഇവർക്ക് പ്രിയങ്കരനല്ലാതാവുന്നത്? ഭൂമിശാസ്ത്രപരമായി മാത്രമല്ല ദൈവജനം ദേവാലയത്തിൽ നിന്ന് ദൂരെയായി പോകുക, മറ്റു പല അർത്ഥത്തിലും തലങ്ങളിലും ജനം ദൂരെയായി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്രകാരം എല്ലാ അർത്ഥത്തിലും കുറച്ച് ദൂരേക്ക് ആയിപ്പോയ ഒരു ദൈവജനമാണ് വാളേരിയിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജനത്തിൻ്റെ ആവശ്യം കൃത്യസമയത്ത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അജപാലനപരമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞ വ്യക്തി എന്ന നിലയിലാണ്, അജപാലകൻ എന്ന നിലയിലാണ് മാമ്പിളി ജോർജ് അച്ഛനെ ഞാൻ ഓർക്കുന്നത്. ഇവിടുത്തുകാർ പലരും പറയാറുണ്ട്, ഞങ്ങൾ നടന്ന് കഷ്ടപ്പെട്ട് കല്ലോടി പള്ളിയിലെത്തുമ്പോഴേക്കും അവിടെ വിശുദ്ധ കുർബാന കഴിഞ്ഞിരിക്കും. ഇനി കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ഞങ്ങൾ പള്ളിയുടെ പോർട്ടിക്കോ വരെയൊക്കെ എത്താറുള്ളൂ. ഒരു കാലകത്തും ഒരു കാലം പുറത്തുമായി നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത കാലമായിരുന്നു. എന്നാൽ ഇന്ന് മാമ്പിളിയച്ചൻ നേതൃത്വം എടുത്ത് വാളേരിയിൽ അൽഫോൻസാമയുടെ നാമത്തിൽ ദേവാലയം പണിതപ്പോൾ ഇത് ഞങ്ങൾക്ക് സ്വന്തം, ഞങ്ങൾ ദേവാലയത്തിൻ്റെയും സ്വന്തം എന്ന വികാരം അതിൻ്റെ നിറവിൽ ഇവിടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. 50 വർഷം പൗരോഹിത്യ ജീവിതം ജീവിച്ച ബഹുമാനപ്പെട്ട മമ്പള്ളിയച്ചൻ്റെ അവസാനത്തെ ശുശ്രൂഷ രംഗമായിരുന്നു കല്ലോടിയിൽ, പ്രത്യേകിച്ച് ഈ വാളേരി കേന്ദ്രീകരിച്ചുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട വികാരിയച്ചൻ സൂചിപ്പിച്ചതുപോലെ ഭൂമിശാസ്ത്രപരമായി തന്നെയല്ലാതെ പലവിധ കാരണങ്ങളാൽ പള്ളിയിൽ നിന്ന് അല്പം അകന്നു നിന്നിരുന്ന ജനങ്ങൾക്ക് അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി ഇവിടെ പള്ളി ഉണ്ടാവുക എന്നുള്ളത് വളരെ ആവശ്യമായ കാര്യമായിരുന്നു. അച്ഛൻ ഇവിടെ വന്ന ഉടനെ തന്നെ ഇവിടെ ജനങ്ങളെയൊക്കെ സന്ദർശിച്ച് ഇവരുടെ ഏറ്റവും ആവശ്യം, പ്രത്യേകിച്ച് ഇവരുടെ ആത്മീയമായ ജീവിതത്തിൽ മുന്നോട്ട് വരണമെങ്കിൽ അത്യാവശ്യമായ കാര്യമാണ് ഒരു പള്ളി ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. പള്ളി സ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും സിമൻറ്റ് കൊണ്ടും നിർമ്മിച്ച ഒരു കെട്ടിടം എന്നതിനപ്പുറത്ത് ഒരു സമൂഹത്തെ ഒറ്റപ്പെട്ട ഏകീകൃതമായ
ഐക്യമുള്ള ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുത്തു എന്നുള്ളതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ സംഭാവന. ഇത് തീർച്ചയായും മാമ്പള്ളിയച്ഛൻ എന്ന വലിയ അജപാലകൻ്റെ നേട്ടമായിട്ട് മാത്രമേ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയൂ. ഈ പ്രദേശത്തുള്ള വിശ്വാസികളെ ഒരു ചരടിലെന്നവണ്ണം കോർത്തിണക്കി അവരുടെ അധ്വാനവും അവരുടെ സമ്പത്തും എല്ലാം ഏകോപിപ്പിച്ച് ഇവിടെ ദേവാലയം ഇത്ര മനോഹരമായി പണിതുയർത്തി പൂർത്തിയാക്കുന്നതിന് ഈ വല്യച്ഛൻ നൽകിയ സംഭാവന അതുല്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഇളം തലമുറയിലെ വികാരിച്ചന്മാർ മാമ്പള്ളിയച്ഛനെ പോലെയുള്ള മഹത്തുക്കളായ വികാരിമാരുടെ സേവനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമെടുക്കുന്ന വ്യക്തികൾ മാത്രമാണ്. ഞാനിവിടെ വരുമ്പോൾ ഈ സമൂഹത്തിന് വളരെ കുറഞ്ഞ കാലം കൊണ്ട് അച്ഛൻ സൃഷ്ടിച്ച ഈ സമൂഹമാണെങ്കിലും അതിനെ എല്ലാവിധ തലത്തിലും അച്ഛൻ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിനാവശ്യമായ എല്ലാ പരിശീലനങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പള്ളിയോട് എങ്ങനെ ചേർന്ന് നിൽക്കണമെന്നും പള്ളിയിൽ വന്നാൽ എങ്ങനെ പെരുമാറണമെന്നും കുടുംബത്തിലായിരിക്കുമ്പോൾ അവർ സ്വീകരിക്കേണ്ട ഒരു ഗാർഹിക ആധ്യാത്മികതയെ പറ്റിയും ഒക്കെ എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ടായിരുന്നു. സംഘടനകളുടെ കാര്യത്തിൽ, വേദപാഠത്തിൻ്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും ഒരുപോലെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് അച്ഛൻ ഇവിടെ ഈ സമൂഹത്തിന് രൂപം കൊടുത്തതും അതിനെ ആവശ്യമായ രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്നതും. ഒരു ഇടവകയാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തതിന് ശേഷമാണ് അച്ഛൻ ഇവിടെ നിന്ന് അച്ഛൻ്റെ സേവന രംഗം അവസാനിപ്പിച്ച് 75 വയസ്സ് ആയതുകൊണ്ട് റിട്ടയർ ചെയ്ത് അച്ഛൻ പോകുന്നത്. കല്ലോടി സെൻറ്റ് ജോർജ് ഫൊറോന ദേവാലയം ഏറെ ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ്. മലബാർ കുടിയേറ്റത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ വിശ്വാസികൾ കല്ലോടിയിൽ കുടിയേറിയിരുന്നു. ഒത്തിരിയേറെ അജപാലകർ സ്തുത്യർഹമായ ശുശ്രൂഷകൾ നിർവഹിച്ച് കല്ലോടിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട മാമ്പള്ളിയച്ഛൻ്റെ 5 വർഷക്കാലത്തെ കല്ലോടിയിലെ അജപാലനം ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. അജപാലനപരമായ ഉണർവ്, ആത്മീയമായ ഉണർവ് ആ പ്രദേശത്തിന് മുഴുവൻ ഉളവാക്കിയെടുക്കുന്നതിന് അച്ഛൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ കഴിഞ്ഞു. ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, സാംസ്കാരിക കാര്യങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ബഹുമുഖമായ എല്ലാ തലങ്ങളിലും അഭിപ്രായങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, ഇടപെടുന്നതിനാവശ്യമായ ആർജവമുള്ള വ്യക്തി എന്ന നിലയിൽ മാമ്പള്ളിയച്ഛൻ്റെ വ്യക്തിത്വം കൃത്യമായ മുദ്ര പതിപ്പിച്ചാണ് കല്ലോടിയിൽ നിന്ന് കടന്നുപോയത് എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. അച്ഛൻ കല്ലോടിയിൽ ജോലി ചെയ്യുമ്പോൾ, അച്ഛൻ്റെ ചേർന്ന് നിൽക്കുമ്പോൾ അച്ഛനൊരു വലിയ ഊർജ്ജ സംഭരണിയാണ് എന്ന് ഇയാൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാ ആളുകളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, എല്ലാ ആളുകളെയും ഉത്തേജിപ്പിച്ചുകൊണ്ട്, അവർക്ക് ആവേശം നൽകിക്കൊണ്ട്, അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മറന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ പുരോഹിത ശ്രേഷ്ഠനായിരുന്നു മാമ്പള്ളിയച്ഛൻ. മാമ്പള്ളിയച്ഛനുമായി ചേർന്ന് നിന്ന് ജോലി ചെയ്ത കാലം വളരെ ആവേശത്തോടെ മാത്രമേ ഓർമ്മിക്കാൻ കഴിയുള്ളൂ. ഇവിടുത്തെ കാട്ടാനകളോടും കാട്ടുപോത്തിനോടും മലമ്പനിയോടും മലമ്പാമ്പിനോടും മല്ലടിക്കാൻ മാമ്പള്ളിയച്ഛനെ പോലെ ആളുകളെ പ്രോത്സാഹിപ്പിച്ച് ഉത്തേജിപ്പിച്ച ഒരു വൈദിക ശ്രേഷ്ഠൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഭക്ത സംഘടനകളെ ഏറ്റവും രൂപതയിൽ തന്നെ ഏറ്റവും ഊർജ്ജസ്വലതയിൽ മുൻനിരയിൽ പ്രവർത്തന സജ്ജമാക്കിയതിന് വേണ്ടിയിട്ട് പ്രായത്തെ അധികരിക്കുന്ന ഊർജ്ജസ്വലതയോടുകൂടിയുള്ള സംഘാടക മികവ്, കഠിനാധ്വാനം, ഇതെല്ലാം ഞങ്ങൾക്ക് പുതിയ തലമുറയിലെ അച്ഛന്മാർക്ക് മാമ്പള്ളിയച്ഛനിൽ നിന്ന് കണ്ട് പഠിക്കാൻ പര്യാപ്തമായതാണ് എന്ന് സന്തോഷപൂർവ്വം പറയുകയാണ്. സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു
സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാ